കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നത്. ഒന്ന്, സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കുക. രണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുക. എന്നാൽ 19ാമത് വാർഷികം ആഘോഷിക്കാൻ നാം ഇന്ന് എത്തിച്ചേരുമ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്നത് മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന സ്ത്രീകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിതമായ പ്രസ്ഥാനമായ കുടുംബശ്രീ മാറിയിരിക്കുകയാണ്. 47 ലക്ഷം കുടുംബങ്ങളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ ഭാഗമായിരിക്കുന്നത്. കുടുംബശ്രീ ലക്ഷ്യപ്പെടുന്നത് ആ 40 ലക്ഷം കുടുംബങ്ങളിൽ എത്തിക്കുക എന്നതാണ്. സാമ്പത്തിക മേഖലയിൽ, സാമ്പത്തിക രംഗത്ത് എല്ലാ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി മിച്ചവെച്ചാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഇത് നാം കാണുന്ന ഈ വലിയ പുരോഗതിയിലേക്ക് എത്തിയത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം അഭിമാനമല്ല, ഇത് കുടുംബശ്രീ രാജ്യത്തിനാകെ അഭിമാനമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് അവരുടെ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ മാതൃക നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണ രംഗത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും ആ നാടിന്റെ പുരോഗതിയിലും സുപ്രധാനമായ പങ്കുവഹിക്കാൻ എങ്ങനെ കഴിയും എന്ന അന്വേഷണത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വികേന്ദ്രീക ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഇതയിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ അന്വേഷണമില്ലാതെ ഇരിക്കുന്നില്ല. അവർ പല ഗ്രാമങ്ങളിൽ നിന്ന് താമസിക്കുകയാണ്. ഞാനൊരിക്കലും അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് ബീഹാറിലെ ജില്ലയിലെ കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ഒരു സംഘം 18 ദിവസം കേരളത്തിൽ വന്ന് വിവിധ ഗ്രാമങ്ങളിൽ താമസിച്ച് കുടുംബശ്രീ പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കിട്ടുന്നതിന് വേണ്ടി 2 ദിവസം കിരയിൽ എത്തുമ്പോഴാണ് ഞാൻ അവരെ അഭിമുഖീകരിക്കാൻ എനിക്ക് അവസരം നൽകി. അവര് അന്ന് കുടുംബശ്രീയെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ത്യയിൽ ഇതേപോലെ ഒരു സംവിധാനം ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കേരളത്തിന്റെ താഴെ മുതൽ മുകൾ വരെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ സ്ത്രീ ശാക്തീകരണം സുപ്രധാനമായ ഘടകമാണ്. നാട്ടിൽ 50 സ്ത്രീകളായിരുന്നു കെട്ടിടങ്ങളുണ്ടായിരുന്ന കാര്യമില്ല. സമൂഹത്തിന് ദുർബലരായിട്ടുള്ള മനുഷ്യർ, പട്ടിണി പാവങ്ങൾ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, സ്ത്രീ സമൂഹം, അവരെല്ലാം സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഉയർന്നെങ്കിൽ മാത്രമേ നാടിന്റെ പുരോഗതി കൈവരിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ നേതൃത്വമാണ് ഇത് കുടുംബശ്രീ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലം കുടുംബശ്രീ അത്ര നല്ല കാലമായിരുന്നില്ല. അതിന് കാരണം കുടുംബശ്രീ എന്ന
ജനകീയ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സ്വകാര്യ സ്ത്രീകൾ അവിടെ കടന്നു പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ അന്ന് ഭരണം കൊടുത്ത് തയ്യാറായിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് കുടുംബശ്രീയുടെ പഴയ ഉദാഹരണം തിരിച്ചുപിടിക്കുകയാണ്. കാരണം കേരളത്തിന്റെ ധനകാര്യമന്ത്രി കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവാണ്. അദ്ദേഹം തോമസ് ഐസക് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ 200 കോടി രൂപയാണ് കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഞാൻ ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ 360 കോടി രൂപയാണ് കുടുംബശ്രീക്ക് വേണ്ടി. അത് മാത്രമല്ല, കേരളത്തിന്റെ സമഗ്ര വികസനത്തിലുള്ള 4 മിഷനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മിഷൻ ലൈഫ് മിഷൻ, അതിന്റെ പൂർണ്ണമായ ചുമതല കുടുംബശ്രീക്ക് കൈമാറിയിരിക്കുകയാണ്. ലൈഫ് മിഷൻ ഒരു ചെറിയ പാർട്ടിക പദ്ധതിയല്ല വിഭാവനം ചെയ്യുന്നത്. ലൈഫ് മിഷൻ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് മറ്റെല്ലാവരും ജീവിക്കുന്നത് പോലെ ഒരു ജീവിതമാണ് വിഭാവനം ചെയ്യുന്നത്. അതാണ് പഴയ പദ്ധതിയിൽ നിന്നും ലൈഫ് മിഷനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വന്തമായ ഭൂമി ഉണ്ടായിട്ടും വീടില്ലാത്ത ലക്ഷക്കണക്കിന് ലക്ഷങ്ങൾ അവർക്ക് വീടുണ്ടാകും. വീട് സ്വന്തമായിട്ടുണ്ടെങ്കിലും അതിന് അവകാശമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം വീട് വെച്ചിരിക്കുന്ന പുറമ്പോക്കിലാണ്, പട്ടയമില്ലാത്ത ഭൂമിയിലാണ്. ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് അതിനെല്ലാം പട്ടയം കൊടുത്ത് സ്വന്തമായ വീടാക്കി അതിന് മാറ്റാൻ കഴിയും. മറ്റൊരു വിഭാഗമുണ്ട്, ഭൂമിയും വീടുമില്ല. അവർക്ക് ഭൂമിയും വേണം, വീടും വേണം. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും വീട് കൊടുക്കാനാണ് ഗവൺമെന്റ് ഭൂമിയും വീടും ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വേറൊരു വിഭാഗം ആളുകൾ പലപ്പോഴായി വന്നിട്ടുള്ള പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി പണം വാങ്ങി പഴയ വീട് പൊളിച്ച് പുതിയ വീട് ഉണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ്. പക്ഷേ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് വീട് ഉണ്ടാക്കാൻ കഴിയില്ല. പഴയ പൊളിക്കുകയും ചെയ്തു, പുതിയതിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ ചില സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ ഇപ്പോഴും പകുതി ലക്ഷ്യത്തിന്റെ മുകളിൽ ആത്മവിളിച്ച് അത് അടിപ്പെടുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് പോകും. അവർക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള വായ്പ കൊടുക്കണമെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് 15 വർഷം കഴിയണം. അല്ലാതെ ഒരു വായ്പയും അവർക്ക് കൊടുക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. ഗവൺമെന്റ് കാലഘട്ടപ്പെട്ട നിയമങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ വീട് ബാധിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം വാസയോഗ്യമായ വീടുണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പണം അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തലത്തിന്റെ ലഭ്യത കേരളത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എല്ലാവർക്കും സ്ഥലമായി വീട് കൊടുക്കുക അടുത്ത കാലത്തൊന്നും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത വലിയ ചുമതലയായി പോകും. ഗവൺമെന്റ് ലക്ഷ്യമെടുക്കുന്നത് നഗരങ്ങളിലെ ആളുകൾ താമസിക്കുന്നത് പോലെ അവർക്കായി കാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. അങ്ങനെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ പഠിക്കാനുള്ള കുടുംബങ്ങളുണ്ടാകും. അവ എല്ലാ വീടുകളിലും കുട്ടികൾക്ക് പഠിക്കാൻ കമ്പ്യൂട്ടർ സംവിധാനമുള്ള പഠനങ്ങൾ ഒരുക്കി കൊടുക്കണം. പ്രായമായിട്ടുള്ള ആളുകൾ അവരില്ലാത്ത വീടുകളിൽ നിന്ന് കേരളത്തിൽ അപൂർവമാണ്. ആ പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് സംവിധാനം വീട്ടിൽ തന്നെ ഒരുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളവും വെളിച്ചവും ഈ വീട് സമുച്ചയത്തോടൊപ്പം സ്കൂളും ആശുപത്രിയും. അതുകൊണ്ട് ഗവൺമെന്റ് ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു വീട്ടിൽ ഒരാൾക്ക്
പ്രതിമാസ വരുമാനം കിട്ടുന്നത് ജോലി ഉറപ്പാക്കണം എന്നാണ് കേരള ഗവൺമെന്റ് തീരുമാനിച്ചത്. വീടുണ്ടാക്കി അവരെ മാറ്റി മാത്രമല്ല, കേരള സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നവരായി സ്വയം പര്യാപ്തമായി നിൽക്കാൻ കഴിയുന്നവരായി ഓരോ കുടുംബത്തെയും മാറ്റുക എന്ന ലക്ഷ്യം ഇതിലൊന്നും ഒരിക്കലും ഒരു പദ്ധതിയിൽ നാം വിഭാവനം ചെയ്തിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കേണ്ടത് കേരളത്തിലെ കുടുംബശ്രീയാണ്. ആർക്കൊക്കെയാണ് വീടില്ലാത്തത്, ആർക്കൊക്കെയാണ് സ്ഥലമുള്ളത്, വീട് വെച്ചിട്ടുള്ളത്, പട്ടയമില്ലാത്ത ഭൂമി എത്ര ആളുകൾ നമ്മുടെ ഓരോ പ്രദേശത്തുമുണ്ട്, സ്ഥലവും വീടും വാങ്ങി കൊടുക്കേണ്ടവർ എത്ര പേർ വേണം, പാതി വഴി പൂർത്തീകരിച്ച പാതി വഴി നിർത്തിപ്പോയ പൂർത്തീകരിക്കാത്ത വീടുകൾ എത്രയാണ്. അപ്പൊ സമഗ്രമായിട്ടുള്ള സർവേ നടത്തിയാണ് കുടുംബശ്രീ തുടങ്ങേണ്ടത്. പക്ഷെ ചില നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകർ സ്നേഹസമ്പന്നരായതുകൊണ്ട് ഓരോ വീട്ടിൽ കടന്നെടുക്കാൻ പോയപ്പോ അവിടെ വിവാഹം കഴിച്ച രണ്ടുപേരും അവർ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ വീട്ടിലിരിക്കട്ടെ എന്ന് കണ്ടെടുത്തു. പക്ഷെ അങ്ങനെ ഇന്നിപ്പോ കൊടുക്കാൻ പോകാറില്ല. നമ്മൾ റേഷൻ കാർഡ് ഒരു വീട് എന്നതാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. 5.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ വീടുകൾ ആ നിലയിൽ പൂർത്തീകരിക്കുക. അതുപോലെ പ്രത്യേകമായിട്ടുള്ള മേഖലകളിൽ, ആദിവാസി മേഖലകളിൽ അവർക്ക് ചിലപ്പോൾ ഇന്ന് കൊടുക്കുന്ന പണം വീടുണ്ടാക്കാൻ പ്രയാസകരമായിരിക്കും. ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള ആദിവാസികൾക്ക് നിർമ്മിക്കുന്ന വീടിന് എത്ര രൂപയായും അത്രയും രൂപ കൊടുക്കാനാണ്. സീലിംഗില്ല, 2 ലക്ഷം 3 ലക്ഷം എന്നുള്ള സീലിംഗില്ല. എത്ര രൂപയാണോ ആദിവാസികൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അത് പണം മുഴുവൻ കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ്. അപ്പൊ ഈ സുപ്രധാനമായിട്ടുള്ള പദ്ധതി കേരളത്തിൽ നടക്കാനുള്ള എന്ന വലിയ ഉത്തരവാദിത്വം കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിങ്ങളെ വിശ്വാസത്തിലെടുത്ത ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്? കാരണം ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ ഇത് ചെയ്യാൻ കഴിയുന്നത് ഈ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിനാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റിന് മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം തോന്നുന്നില്ല, ബാക്കിയുള്ള 3 മിഷനുകളും അത് നേരിട്ട് അല്ലെങ്കിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റെടുക്കേണ്ടി വരും. സമ്പൂർണമായ ആരോഗ്യം കേരളത്തിലെ ജനതയ്ക്ക് ഉറപ്പാക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്താൻ പോവുകയാണ്. 10 വീടുകൾ അല്ലെങ്കിൽ 20 വീടുകൾ അടങ്ങുന്ന ഒരു പ്രദേശത്തിന് ഒരു ഡോക്ടറെ കൊടുക്കണം, കുടുംബ ഡോക്ടർ. PHSന്റെ ഡോക്ടറല്ല, കുടുംബ ഡോക്ടർ. നമുക്ക് ഏത് അസുഖമുണ്ടെങ്കിലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഒരു പ്രദേശത്ത് ഉണ്ടാവണം. പ്രൈവറ്റ് ഹെൽത്ത് സെന്ററുകളിൽ എല്ലാ ചികിത്സയും ഉറപ്പാക്കണം. സൗജന്യമായി അവർക്ക് മരുന്ന് ലഭ്യമാകാനുള്ള സാഹചര്യം പ്രൈവറ്റ് ഹെൽത്ത് സെന്റർ ഉണ്ടാവണം. അവിടെ ചികിത്സിക്കാൻ കഴിയാവുന്ന അസുഖങ്ങളാണെങ്കിൽ അത് താലൂക്ക് ആശുപത്രി സംവിധാനം ഉണ്ടാക്കണം. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയാത്തതാണ് ജില്ലാ ആശുപത്രിയിലേക്കും അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും എല്ലാം പോകേണ്ടത്. അങ്ങനെ സമ്പൂർണമായ ആരോഗ്യം ഉറപ്പാക്കാൻ നമ്മൾ ആരോഗ്യ സംവിധാനത്തെ മാറ്റുന്നത് വേണ്ടിയാണ് ആർദ്രം എന്ന മിഷൻ കേരള സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് നാം ഒട്ടേറെ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ്. ഞങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ജനതയെ ഈ രാജ്യം മുഴുവൻ വലിയ ആദരവോടുകൂടിയാണ് നോക്കുന്നത്. ലോകത്തെവിടെച്ചാലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്
നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പട്ടിണികൾ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് കേരളത്തിലുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ഏറ്റവും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയും. ഇടക്കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസം വന്നപ്പോൾ പണം കടം വാങ്ങിയായി പഠിപ്പിക്കണം. അങ്ങനെ കടക്കാരായിട്ടുള്ള ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പല കുട്ടികൾക്കും പഠനശേഷം ഒരു തൊഴിൽ കിട്ടാതെ ഈ പണം തിരിച്ചടയ്ക്കാനില്ലാത്ത വലിയ പ്രയാസം കേരളത്തിൽ അനുഭവിക്കുകയായി. സംസ്ഥാന ഗവൺമെന്റ് ആദ്യം കണ്ടെത്തിയ മാർഗവും ആ വായ്പ തിരിച്ചടയ്ക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാൻ 900 കോടി രൂപ പ്രത്യേകമായി ഒരു മിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ തൽപരരായിട്ടുള്ള കേരള സമൂഹത്തെ അതിന് പുറകോട്ട് കൊണ്ടുപോകാതെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനത്തിലൂടെ കേരള ജനതയ്ക്ക് മുന്നിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കേരളത്തിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് കുടിക്കാൻ വെള്ളം പല സ്ഥലങ്ങളിലില്ല. കുന്നത്തൂർ നഗരത്തിൽ തന്നെ വെള്ളമില്ലാത്ത സ്ഥലം ധാരാളമാണ്. നഗരത്തിന്റെ തൊട്ടടുത്ത് ഈ പ്രദേശത്തെല്ലാം ആളുകൾ പണം കൊണ്ട് വെള്ളം വാങ്ങിക്കുന്ന സ്ഥിതിവിശേഷം. ഒരു കാലത്ത് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേരളത്തിൽ കുടിവെള്ളത്തിന് പ്രയാസം ഉണ്ടാകുന്നു. ഇന്ന് പക്ഷേ സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ വരൾച്ചയുടെ പിടിയിലായതിൽ ഒന്ന് കേരളമാണ്. അടുത്ത വർഷം പെയ്യുന്ന മഴ മുമ്പ് വർഷങ്ങളിൽ പെയ്യുന്നതിനേക്കാൾ പകുതിയായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടിവെള്ളം ഇതിൽ രൂക്ഷമായിട്ടുള്ള പരിസ്ഥിതിയിലേക്ക് ഈ കേരളം നടന്നു എന്നാണ്. ഭൂമിക്കടിയിൽ എത്ര പിടിച്ചാലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് പല സ്ഥലങ്ങളിൽ. അത് പ്രധാനമായിട്ടും ഭൂമിയെ സംരക്ഷിക്കാൻ ഒരുക്കമല്ലാതെ നാം നടത്തിയിട്ടുള്ള പ്രകൃതിയുടെ ചൂഷണമാണ്. നമ്മുടെ കാർഷിക സമ്പദ്ഘടന പൂർണ്ണമായിട്ട് തകർന്നു. നെൽവയലുകൾ പൂർണ്ണമായിട്ടും മണ്ണിൽ നികത്തി വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മളവിടെ സൃഷ്ടിച്ചു. അതിന്റെ ഭാഗമായി കുടിക്കാനുള്ള വെള്ളം കടലില്ല. ഒഴുകിക്കൊണ്ടിരുന്ന പുഴകളിൽ വെള്ളത്തിൽ ഒഴുക്കില്ല. പക്ഷെ വെള്ളം മലിനമാക്കുന്നതിൽ നാം മുന്നിലാണുള്ളത്. നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്തവര് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ 4% മലിനീകരണത്തെ തോതിൽ ഇവിടെ 33%. ഇപ്പൊ വായുവും വെള്ളവും എല്ലാം മലിനമാക്കിയ നാടായിരിക്കണം മാറുകയാണ്. സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തെ തിരിച്ചുപിടിക്കണം. പഴയ കാലത്തെ 44 നദികൾ ഒഴുകുന്ന കേരളത്തെ നദികൾ ഒഴുകുന്ന കേരളമാക്കി മാറ്റണം. കിണറുകളിൽ ആവശ്യത്തിന് വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന കേരളത്തെ കിണറുകളിൽ വെള്ളം കിട്ടുന്ന കേരളമാക്കി മാറ്റണം. അത് കേരളത്തിന്റെ അന്തരീക്ഷത്തെ പച്ചപ്പ് അണിയിക്കുക എന്ന ചുമതല നാം ഏറ്റെടുക്കണം. ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഹരിത കേരളത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നത് കുടുംബശ്രീക്കാണ്. കുടുംബശ്രീയെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറ്റി പുതിയ സംരംഭത്തിലേക്ക് പോവുകയാണ്. ഞാൻ സംസ്ഥാന മിഷൻ കോർഡിനേറ്ററോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി കുടുംബശ്രീ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ്. നേരത്തെ നമുക്കറിയാവുന്ന അച്ചാറുകളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു, മാറി. അടുത്ത വർഷം ഒരു പഞ്ചായത്തിൽ 1-ലധികം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് സംസ്ഥാന മിഷൻ കോർഡിനേറ്റർ പറഞ്ഞിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ ആരംഭിച്ചു വരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി മുതൽ എല്ലാ ജനപ്രതിനിധികളും
നമ്മുടെ ആസൂത്രണ പ്രക്രിയയിലും കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലും ചലനാത്മകമാക്കാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് നിർവഹിച്ചു. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പൂർണ്ണമായി കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് തണലുമായി നിൽക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. രാജ്യത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്ന ഏറ്റവും തന്നെ മാതൃക സൃഷ്ടിച്ച കേരളത്തിലെ ഗവൺമെന്റാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഞാൻ പലപ്പോഴും പറയും, സ്ത്രീ ശാക്തീകരണത്തിലൂടെ നാടിന്റെ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് വരുമാനമുണ്ടെങ്കിലേ അത് കുടുംബത്തിന് അഭിവൃദ്ധി. പഴയകാലത്ത് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് അച്ഛനോട് കുട്ടിയെ പഠിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കാൻ കഴിയാം. അമ്മയോട് പറയും, അച്ഛൻ്റെ നല്ല സമയം നോക്കി അമ്മയെ ഒരു കുട്ടിയെ വളർത്തു. ഇത് അച്ഛനൊരു കുട്ടിയെ വേണമെങ്കിൽ അമ്മയോട് ചോദിക്കുന്ന സ്ത്രീയായി എന്നാണ് കുടുംബശ്രീ വന്നതിന് ശേഷം. സ്ത്രീകളുടെ കയ്യിൽ ഒരു സമ്പാദ്യം, അവർക്ക് സ്വന്തം കാര്യം നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സാമ്പത്തികമായ പുരോഗതിയുടെ ഭാഗമാണ്. കുന്നംകുളം നഗരസഭയിൽ 2 CDS യൂണിറ്റുകളാണ്. ഒരിടത്തിന്റെ സമ്മേളനത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ നഗരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വികാസം സാധ്യമാക്കാൻ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനായി സാധിക്കും. കുന്നംകുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമാണ്. അതുകൊണ്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ പലതും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ വൈശ്വരണം പറഞ്ഞത് ഈ ബാങ്കുകളുടെ ലിങ്കേജ് 100%. 100%ആയിട്ടില്ല. അത് 100% ബാങ്കുകളുടെ ഞങ്ങളെല്ലാ 4 മാസം കൂടുമ്പോഴും തൃശ്ശൂർ ജില്ലയിലെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാറ്. അപ്പൊ ബാങ്കുകൾക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് 100% ലിങ്കേജ് ഉറപ്പുവരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ബാങ്കുകൾ അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. ആ ബാങ്കുകളോട് അത് നിർവഹിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. സാധാരണ സഹകരണ ബാങ്കുകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക. നാഷണലൈസ്ഡ് ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കും എല്ലാം അവര് പലപ്പോഴും പണം വാങ്ങി ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നതിനായിരിക്കും താല്പര്യം. ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പണം കൊടുക്കുന്നതിന് താല്പര്യം കുറവാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയെ പരിശോധിച്ചപ്പോൾ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂറിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും, കേരള ബാങ്ക്, ഇങ്ങനെ 40% താഴെയാണ് വായ്പ ഡെപ്പോസിറ്റ് അനുപാതം. അതേസമയം തമിഴ്നാട് നോക്കിയപ്പോൾ 98% കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ബാങ്ക് മാത്രമാണ് 100%, 98% കേരള ഗ്രാമീൺ ബാങ്ക്. അവരുടെ CD റേഷ്യോ എന്ന് പറഞ്ഞാൽ 98:100. ഞാൻ കോട്ടയം ജില്ലയിൽ ഗ്രാമീൺ ബാങ്കിൽ ശാഖ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ 120 CD റേഷ്യോ. ഞാൻ ചെക്കിനാണ് 120 CD റേഷ്യോ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഡെപ്പോസിറ്റ് കിട്ടിയത് മാത്രമല്ല, ഹെഡ് ഓഫീസിൽ മൊത്തം പണം വാങ്ങി ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ 100% പോകുമ്പോൾ സഹകരണ ബാങ്കുകൾ മാത്രമാണ് മെച്ചപ്പെട്ട CD റേഷ്യോ ഉള്ളത്. അതുകൊണ്ട് നാഷണൽ ബാങ്കുകളും ഷെഡ്യൂൾ ബാങ്കുകളും 100%ലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര ധനകാര്യ ജില്ലയിലെ ബാങ്കുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അടുത്ത ബാങ്കേഴ്സ് മീറ്റിംഗ് തീരുമാനിക്കുകയും ചെയ്യും.
കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സർവീസ് ഏരിയയിലുള്ള ബാങ്കുകൾ, അത് ഓരോ ബാങ്കുകളുടെയും ഇപ്പൊ കൊടുത്തിട്ടുള്ള വായ്പ അനുഭവം, കുടുംബശ്രീ SSG കൊടുത്തിട്ടുള്ള വായ്പ എത്രയാണ്, അതുകൂടി തീർച്ചയായിട്ടും പരിശോധിച്ച് ഇവിടെ പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആ ബാങ്കുകൾ നിർദ്ദേശം കൊടുക്കും എന്ന് ഈ സമ്മേളനത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. 19ാമത് വാർഷിക ആഘോഷം അരങ്ങത്ത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളും വലിയ ആഘോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. സമ്മേളനം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വലിയ ചുമതലയാണ് നിങ്ങൾക്കുള്ളത് ഏതുകൂടി ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമ്മേളനം പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. ആ ബൃഹത്തായിട്ടുള്ള പരിപാടി കുടുംബശ്രീയുടെ എല്ലാ യൂണിറ്റിലും പൂർണ്ണമായ സഹകരണവും സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 19ാമത് വാർഷികാഘോഷത്തിലേക്ക് മുഴുവനാളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.